നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ കാരണം പല ആളുകളുടെയും ജീവിതം തകർന്നതായിട്ട് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും, നമ്മളൊക്കെ അറിയുന്നതുമാണ്. മൊബൈൽ ഫോണാണ് വില്ലൻ. മൊബൈൽ ഫോൺ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് വലിയ അപകടങ്ങൾ സൃഷ്ടിക്കും. എന്നാൽ നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് നിങ്ങളുടെ ജീവിതം തകർക്കുന്ന 2 സെറ്റിങ്സ് ഞാൻ കാണിച്ചുതരാം. തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ ഈ 2 സെറ്റിങ്സ് ഒന്ന് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് നോക്കുക. ഇതിനകത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ ഉടനെ നിങ്ങൾക്കത് സെറ്റിങ്സ് മാറ്റി നിങ്ങളുടെ മൊബൈൽ ഫോൺ സേഫ് ആക്കി വെക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ കാമുകനോ കാമുകിയോ ഒക്കെ നിങ്ങൾ ഡാറ്റകൾ കാണുകയും നിങ്ങൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയിലെ എല്ലാ ഡാറ്റകളും അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ് സെറ്റിങ്സ് എന്ന് ഞാൻ കാണിച്ചുതരാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്നാമതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് ജിമെയിൽ അക്കൗണ്ടാണ്. നമുക്കൊക്കെ ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാകും, ജിമെയിൽ അക്കൗണ്ട്. ഈ ഒരു ജിമെയിൽ ഐ ഡി, നമ്മുടെ ജിമെയിൽ ഐ ഡി മറ്റൊരാളുടെ കയ്യിലുണ്ടെങ്കിൽ അവരുടെ ലൊക്കേഷനും അതുപോലെ തന്നെ നിങ്ങളുടെ വാട്സപ്പ് ചാറ്റുകളുടെ ബാക്കപ്പ് ഡീറ്റെയിൽസുകളും തുടങ്ങിയിട്ട് നിങ്ങളുടെ ഫോണിനകത്ത് എടുക്കുന്ന ക്യാമറ ഫോട്ടോ വരെ അവർക്ക് ചോർത്തി കൊണ്ടുപോകാൻ സാധിക്കും അവരുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങളുടെ ജിമെയിൽ ഐ ഡി ഏതൊക്കെ ഡിവൈസിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെന്ന് ഉടനെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഫോണിൻ്റെ സെറ്റിങ്സിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ ഗൂഗിൾ എന്ന് കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ നമ്മുടെ മെയിൽ ഐ ഡി കാണിക്കും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കാണിക്കും. നമ്മുടെ മെയിൽ ഐ ഡിക്ക് നേരെ താഴെ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കുറച്ച് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ സെക്യൂരിറ്റി ആൻഡ് സൈൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരിക. ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അത് തൊട്ട് മുകളിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും യുവർ ഡിവൈസസ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇത് താഴെ ഭാഗത്ത്, ഏറ്റവും താഴെ ഭാഗത്ത് മാനേജ് ഓൾ ഡിവൈസസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ യുവർ ഡിവൈസസ് എന്ന് കാണാൻ സാധിക്കും. അത് നമ്മുടെ ഈ മെയിൽ ഐ ഡി, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി ഏതൊക്കെ ഫോണിൽ അല്ലെങ്കിൽ ഏതൊക്കെ കമ്പ്യൂട്ടറിൽ സേവ്ഡ് ആണ്, ലോഗിൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ ഫോണിനകത്ത് ഇപ്പോൾ ഓരോ മൊബൈൽ ഫോണും കാണാൻ സാധിക്കും. ഇവിടെ ഓപ്പോ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കും. താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ CPHC എന്ന ഒരു സെക്കൻഡ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കും. താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ഒരു കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്ത്, ഒരു വിൻഡോസ് കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്ത് കാണാൻ സാധിക്കും. അപ്പോൾ 3 ഡിവൈസിൽ എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ആണെന്ന് കാണാൻ സാധിക്കും. ഇതിനകത്ത് നിങ്ങൾ ഉപയോഗിക്കാത്ത, നിങ്ങളുടെ കയ്യിൽ ഏത് മൊബൈൽ ഫോണാണോ ഉള്ളത് അതിൻ്റെ പേരാണോ നോക്കുക. നിങ്ങൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും മൊബൈൽ ഫോൺ ഇതിനകത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ അവസാനം കാണുന്ന ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. അതായത് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് സൈൻ ഔട്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിലില്ലാത്തൊരു ഫോണാണ് നിങ്ങളുടെ മെയിൽ ഐ ഡി ലോഗിൻ ചെയ്തിരുന്നതായിട്ട് കാണുന്നെങ്കിൽ ആ ഫോൺ ഇവിടെ, ആ ഒരു ഡിവൈസ് ഇവിടെ ലോഗൗട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്കിത് ഇവിടെ ലോഗൗട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലോഗൗട്ട് ചെയ്ത് കൊടുക്കുക. ലോഗൗട്ട് ചെയ്ത ശേഷം നിങ്ങൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഈ ഒരു ഇൻ്റർഫേസിലേക്ക്, നമ്മൾ ആദ്യം കണ്ട ഇൻ്റർഫേസിലേക്ക് എത്തുമ്പോൾ താഴെ ഭാഗത്ത് നോക്കുക, ഗൂഗിൾ പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇതുപോലെ കാണിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ന്യൂ പാസ്വേഡ് എന്നുള്ളത്. ഇവിടെ നിങ്ങളുടെ ഒരു പുതിയ പാസ്വേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ കാണുന്ന ഭാഗത്ത് കൺഫേം ന്യൂ പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വീണ്ടും മുകളിൽ കൊടുത്ത അതേ പാസ്വേഡ് താഴെ ഭാഗത്ത് കൊടുക്കുക. അതിനുശേഷം ചേഞ്ച് പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പാസ്വേഡ് ഒന്ന് ചേഞ്ച് ചെയ്യുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് മെയിൽ ഐ ഡിയുമായി ബന്ധപ്പെട്ട് എല്ലാ കണക്ഷനും നമുക്ക് വേർതിരിക്കാൻ സാധിക്കും. ഒരാൾക്കൊരു മെയിൽ ഐ ഡി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൊക്കേഷൻ അയാൾക്ക് കിട്ടും. നിങ്ങൾ ഏതൊക്കെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ അത് കാണാൻ സാധിക്കും. നിങ്ങളുടെ ഫോണിനകത്ത് ഏതൊക്കെ ഫോട്ടോസുകളുണ്ട് അവർക്ക് കണ്ടെത്താൻ സാധിക്കും. നിങ്ങളുടെ വാട്സപ്പിൻ്റെ ചാറ്റ് ബാക്കപ്പുകൾ അവർക്ക് എടുക്കാൻ സാധിക്കും. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മെയിൽ ഐ ഡി ഒരാളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് നിങ്ങളെ ഫോളോ ചെയ്യാൻ സാധിക്കും. നിങ്ങളിപ്പോൾ നിലവിൽ നിൽക്കുന്ന ലൊക്കേഷൻ വരെ അവർ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ നിങ്ങളുടെ മെയിൽ ഐ ഡി കിട്ടിയാൽ സാധിക്കും. അതുകൊണ്ട് മെയിൽ ഐ ഡി മറ്റൊരു ഫോണിൽ, നിങ്ങളറിയാത്ത മറ്റൊരു ഫോണിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാട്സപ്പിനകത്താണ്. വാട്സപ്പിനകത്ത് നമ്മൾ പല ആളുകളുമായിട്ട് ചാറ്റ് ചെയ്യാറുണ്ട്, പല ഗ്രൂപ്പുകൾ നമ്മൾ ചാറ്റ് ചെയ്യാറുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. എന്നാൽ വാട്സപ്പിനകത്ത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വാട്സപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് 3 ഡോട്ട് കാണും, അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ ലിങ്ക്ഡ് ഡിവൈസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണിക്കുന്നതെങ്കിൽ, അതായത് ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക, ഗൂഗിൾ ക്രോം എന്നുള്ള പേരിൽ കാണാൻ സാധിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് ആൻഡ്രോയിഡ് എന്നായിരിക്കും കാണാൻ സാധിക്കുക. ആൻഡ്രോയിഡ് എന്നാണെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ഫോണിനകത്ത് നിങ്ങളുടെ വാട്സപ്പ് ചോർത്തിക്കൊണ്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഗൂഗിൾ ക്രോം എന്ന് കാണിക്കുന്നത് നമ്മൾ കമ്പ്യൂട്ടറിൽ നമ്മുടെ വാട്സപ്പ് ആരോ സ്കാൻ ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്ന് നോക്കുക, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങളുടെ വാട്സപ്പ് ആരെങ്കിലും സ്കാൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ളത്. ഇങ്ങനെ സ്കാൻ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് അവരുടെ ഫോണിനകത്ത് കിട്ടും. അവർക്കത് സ്ഥിരമായിട്ട് നിങ്ങളുടെ ചാറ്റുകൾ കാണാനും വരുന്ന ചാറ്റുകൾ വായിച്ച് നോക്കാനും അത് റീപ്ലേ കൊടുക്കാനും വാട്സപ്പിൽ വരുന്ന കോളുകൾ വരെ അവർക്ക് അറ്റൻഡ് ചെയ്യാനൊക്കെ സാധിക്കും. അത് ഇവിടെ നിന്ന് ലോഗൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ലോഗൗട്ട് എന്ന് കാണും, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കിത് ക്ലോസ് ചെയ്യാൻ സാധിക്കും. ലോഗൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വാട്സപ്പ് അവർക്ക് ബന്ധപ്പെടാൻ സാധിക്കില്ല, നിങ്ങളുടെ വാട്സപ്പിലുള്ള ചാറ്റുകൾ അവർക്ക് കാണാൻ സാധിക്കില്ല.
അതിനുശേഷം ഞാൻ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോവുകയാണ്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നമ്മളൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പല ആളുകളും ചാറ്റിങ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നമ്മളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മറ്റാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത്, ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോ അല്ലെങ്കിൽ നമ്മുടെ മറ്റാരെങ്കിലുമൊക്കെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാമെന്നുള്ളത് കാണിച്ചു തരാം. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണുന്ന ഈ കാണുന്ന പ്രൊഫൈലിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് 3 ലൈന് കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ കാണുന്ന അക്കൗണ്ട് സെൻറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ അക്കൗണ്ട് സെൻറ്റർ എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാം പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. കുറച്ച് താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് വേർ യു ആർ ലോഗഡ് ഇൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ കാണാൻ സാധിക്കും ഞാനിവിടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും കൂടെ ലിങ്ക് ചെയ്തുകൊണ്ട് തന്നെ അത് ഏതൊക്കെ ഡിവൈസിലാണ് ലോഗിൻ ചെയ്തതെന്ന് കാണാൻ സാധിക്കും. ഇവിടെ മുകളിൽ ഫേസ്ബുക്കാണ്, ഓപ്പോ മൊബൈൽ ഫോണിലാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും അതേ മൊബൈൽ ഫോൺ തന്നെയാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ മറ്റൊരു അക്കൗണ്ടും അതേ ഒരു മൊബൈൽ ഫോൺ തന്നെയാണ്. എൻ്റെ ഫോണിനകത്ത് വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഒരേ മൊബൈൽ ഫോണിലാണ് ലോഗിൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതല്ലാത്ത നമ്മൾ ഉപയോഗിക്കാത്ത മറ്റേതെങ്കിലും മൊബൈൽ ഫോൺ കൂടെ ഇതിനകത്ത് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ അവസാനം കാണുന്ന ഈ ആരോ മാർക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ഏതൊക്കെ മൊബൈൽ ഫോണിൽ ഏതൊക്കെ സമയത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് സെലക്ട് ഡിവൈസ് ടു ലോഗ് ഔട്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. റെഡ് കളറിൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടേതല്ലാത്ത മറ്റേതെങ്കിലും ഡിവൈസിൽ നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ അക്കൗണ്ടുകൾ നിങ്ങളറിയാത്ത മറ്റേതെങ്കിലും ഡിവൈസിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ സ്റ്റോപ്പ് ചെയ്യുക. അതിൻ്റെ പാസ്വേഡ് മാറ്റി കൊടുക്കുക. എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ സേഫാക്കി ഉപയോഗിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം വരെ തകരാൻ ഇതൊരു കാരണമായി തീരും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.